ഓണമെല്ലാം കഴിഞ്ഞിട്ട് ഇവളെന്നാ അപ്പം ഇപ്പം പോസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഈ വീഡിയോ. ഞാൻ ഓണം കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ചയായി. എന്നാലും എൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. ഓണത്തിൻ്റെ ആ സമയത്തും അത് കഴിഞ്ഞതിന് ശേഷം നല്ല തണുപ്പും പനിയെല്ലാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് എല്ലാം അങ്ങനെയാണ് ഇട്ടത്. അല്ലെങ്കിൽ ഇപ്പം വീഡിയോസ് എല്ലാം ഇടാൻ ഭയങ്കര മടി തന്നെയാണ്. എന്നാലും ഈ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ലേറ്റായി പോയല്ലേ. അപ്പം നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരെ. എല്ലാവരുടെ വിശേഷങ്ങളും കണ്ടായിരിക്കില്ലേ. ഇനി എൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഏട്ടനും പിള്ളേരും എല്ലാവരും ഉണ്ടായിന്. നമ്മളിതാ പിന്നെ പൂക്കൾ ഇടലാണ് കേട്ടോ. ഏകദേശം കഴിയാനായി, ഫൈനൽ ലുക്കിൽ വരാനായിട്ടുണ്ട്. നമ്മൾ ആ ഒരു പച്ച കാണുന്നത് മാവില മിക്സിയിൽ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൂക്കളെല്ലാം ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് പെങ്ങളെ വീട്ടിലാണ്. കാരണം പെങ്ങളെ വീട് കൂടിയിട്ടുള്ള ആദ്യത്തെ ഓണാണ്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോക്കാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഇതാ നമ്മളെ മാവേലി തമ്പുരാനെല്ലാം വരുന്നുണ്ട്. നമ്മൾ ആടയിലെ ക്ലബിലെ ടീം കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം കണ്ട് നമ്മൾ അവരോട് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മയുണ്ട്, മക്കളുണ്ട്, ഏട്ടനുണ്ട്. അങ്ങനെ അമ്മ ഇലയെല്ലാം പറിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഓണം വിഷു ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലോ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും അമ്പലത്തിലോ പോകാണ്ട് നിൽക്കില്ല. പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പെങ്ങളെ വീട്ടിൽ പോകുന്നതിന് മുന്നേ വന്നത്. നോക്കുമ്പോഴത്തേക്ക് അത് ഈശ്വര എന്തൊരു തിരക്കാണെന്നറിയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുഞ്ഞു കുഞ്ഞി ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവർ മാത്രമേ കാണാനുള്ളൂ അമ്പലത്തിൽ. അപ്പോൾ നമ്മളെ സുബ്രഹ്മണ്യ സ്വാമീനെ വരച്ചിട്ടുള്ള ഒരു ചെറിയ പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് അപ്പോൾ നിങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പോകുമ്പോഴത്തേക്ക് തന്നെ അവർ ഏകദേശം പണികളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാചകം അതെൻ്റെ ഡ്യൂട്ടിയാണ്. ബിരിയാണി ഞാൻ തന്നെയാണ് വെക്കൽ. ഇവരാത്തനൊക്കെ ഒഴിച്ച് വെക്കലുണ്ട്. ബാക്കിയുള്ള അതിനൊന്ന് അടുപ്പിക്കുക എന്ന് പറയല്ലേ, ചിക്കൻ പൊരിക്കുക, കട്ടിങ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവർ ചെയ്ത് സെറ്റാക്കി വെക്കും. പക്ഷേങ്കിൽ പാചകം എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പാട് മസാല അടയാക്കി വെച്ചു. പിന്നെ നമ്മളെ നെയ്ച്ചോറിനുള്ള സംഭവങ്ങളെല്ലാം വാട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പശു നെയ്യും അതും ഇതെല്ലാം ഞാൻ ആക്കി സെറ്റാക്കുന്നുണ്ട്. ഞാൻ പറയലുണ്ട് എന്നെ കാത്തുക്കെട്ടാ നിങ്ങൾ തന്നെ വെച്ചോന്ന്. പക്ഷേങ്കിൽ അവർ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് എന്നെ തന്നെയാണ് കേട്ടോ കാത്തുക്കൽ. അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മൾ ബിരിയാണിയാണ് കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയില്ലേ അല്ലേ. നമ്മളെ കണ്ണൂർ ഇങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അറിയാതിരിക്കൂലേ അല്ലേ. നമ്മൾക്ക് സദ്യ ഒന്നല്ല, നമുക്ക് ഏത് ആഘോഷം ഉണ്ടായാലും നോൺ വെജ് മസ്റ്റാണ്. കാരണം ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ വീട്ടിൽ നല്ലൊരു അടിപൊളി സദ്യ ആക്കിയിട്ടുണ്ടായിന്. എന്നാലും ഒരു ചെറിയ മീൻ ഫ്രൈയും നല്ല ചെമ്മീൻ മുളകിട്ടതും എല്ലാം ഉണ്ടായിന്. മുളകിട്ടതല്ല, ചെമ്മീൻ വരട്ടിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. പക്ഷേങ്കിൽ ഇന്നിപ്പം തിരുവോണത്തിനാണ് നമ്മളെല്ലാവരും ബിരിയാണി എന്നിട്ടാ. അങ്ങനെ നമ്മൾ പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഗെയിമെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമാണ് തിരുവോണത്തിൻ്റെ അന്നെന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ട്. വീട്ടിൻ്റെ അടുത്തുള്ള പെങ്ങളെ വീട്ടിൽ നിന്നിട്ട് ഇതുണ്ടായിന്. വീട്ടിൻ്റെ അടുത്ത് നിന്നുള്ള എല്ലാവരും ഉണ്ടായിന്. അങ്ങനെ മക്കളെ കുറേ മറ്റേ കസേരക്കളികളും അതും ഇതെല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു തിരുവോണത്തിൻ്റെ ദിവസം ഭയങ്കര രസമായിരുന്നു. ഓണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തരുന്ന ഒരു ആഘോഷമാണല്ലേ. കാരണം പണ്ട് ചെറുതിൽ അനിയത്തിനെയും കൂട്ടിയിട്ട് പൂ പറിക്കാൻ പോകുന്നതും, നമ്മളെ പിന്നെ പുഴക്കരയിൽ ഓണപ്പൂ ഉണ്ടാവും അത് പറിക്കാൻ പോകുന്നതും, പിന്നെ പിറ്റേന്ന് രാത്രിക്ക് അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് തിരുവോണത്തിന് പൂടൽ, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ ക്ലബിൻ്റെ അടുത്ത് ഓണപ്പരിപാടി, അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര രസമുള്ളൊരു ദിവസമാണ് ഓണം എന്ന് പറയുന്നത്. ഇപ്പം പിന്നെ നേരെ തിരിച്ച് നമുക്ക് വിഷുവിന് ഇവിടെ ഈ ഏട്ടൻ്റെ നാട്ടിൽ 7 ദിവസവും ഉത്സവമാണ്. വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 7 ദിവസവും നമുക്ക് ആഘോഷമാണ്. 7ാമത്തെ ദിവസമാണ് ദൈവത്താറ് ഇതെല്ലാം അവസാനിക്കുന്നത്. അങ്ങനെ ഒരു രസമുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മൾ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. മക്കളതെല്ലാം കഴിഞ്ഞതിന് ശേഷം വലിയ ആളതാണ് കേട്ടോ. ഏട്ടനും ഞാനും ഉണ്ട്, 2 പെങ്ങന്മാരും ഉണ്ട്, പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് ഏട്ടൻ്റെയും നല്ല കളി കണ്ടിട്ട്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഞാൻ ഔട്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയൻ എന്നെ ഔട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ആളെ പിന്നെ കസേര കളിയിൽ ഒരു കസേരയെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെ കസേര കളികളെല്ലാം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. പിന്നെ ഏട്ടനും 2 പെങ്ങന്മാരും മാത്രമായിട്ടുണ്ട്. ചിരിച്ച് മടുത്തിട്ടുണ്ട് അതിന് കസേര കളിയിൽ. എല്ലാ കളിയിലും ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മളിതാ മറ്റേ തൊപ്പി കൈമാറ്റാണ്. പക്ഷേ തൊപ്പി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ കസേര കളിയിൽ പെങ്ങളാണ് കേട്ടോ ജയിച്ചിട്ടുണ്ട്. അതിന് ഏട്ടൻ കുറേ കോമിക്കെല്ലാം കളിച്ചിന്. പക്ഷേ ഏട്ടൻ ജയിച്ചിട്ടില്ല, പെങ്ങളാണ് ജയിച്ചത്.
പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുപ്പിയിൽ വെള്ളം നിറക്കലാണ് നട്ടുണ്ടായത്. ഇങ്ങനെയുള്ള പരിപാടി കൂടാനും പങ്കെടുക്കാനുള്ള ഭയങ്കര മടിയിലെ കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, മടിയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിനെ. ഇതെന്താ തിരിയാണ്ട് ഇനി വേറൊക്കെ തടവാൻ പാടില്ലേ? ആ മതി മതി, ആ തടവല നിങ്ങൾക്ക് തിരിയൂ. ഫോട്ടോ ഉണ്ടാണ് അങ്ങോട്ട് തന്നെ. നേരെ നേരെ പോട്ടെ, ആ നേരെ പോട്ടെ, നേരെ. ആ ഓളഞ്ച് ഫുൾ തപ്പുവാ. ദേവിടെ ആടുന്നോ അത്? ആയിരിക്കത്തോളെ അതെ അതെ, കണ്ണ് 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 കണ്ണ്. തട്ടിപ്പില്ല 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 തട്ടിപ്പില്ല. ബാബാ കുറച്ച് മുന്നോട്ട് വാ, മുന്നോട്ട് വാ. അതന്നെ പിടിച്ച് പറിക്കല. കേട്ടാ ഇത് സ്റ്റിക്കർ റെഡിയാന്ന് ഞാൻ ഇത് റെഡിയാന്ന് മനസ്സിലുണ്ടാവും കേട്ടാ. നമ്മള് തരാം, പണി തരാം. പിന്നല്ലാണ്ട് എടാ അങ്ങനെ ആക്കല്ല. ഓ മണ്ടനാന്ന് മണ്ടൻ. ആടോ ആടോ പിടിച്ചു കൊടുത്തേ. ഇതിന് പൈസ ബ്യൂട്ടി കുത്ത്, ബ്യൂട്ടി കുത്ത്. എന്നെ ഉഞ്ചേച്ചി വാ. അബി അബി വാ, അബി വാ. മൂക്ക് 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 കവറാക്കണ്ട. രണ്ടാളും കൂടിയുണ്ട്. ഇതാ ഉണ്ണി എന്റെ അമ്മ. ഓണത്തിൻ്റെ കുറേ ഗെയിമും കാര്യങ്ങളെല്ലാം കണ്ട് ഒരുപാട് ഹാപ്പിയല്ലായിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം പാറപ്പുറം ചെറിയൊരു അണക്കെട്ടും പാർക്കെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടി വന്നതാണ്, പെങ്ങന്മാരും മക്കളും എല്ലാവരും ഒരുമിച്ചിട്ട്.
ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ട് എന്തായാലും എല്ലാവരും ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഈ പെങ്ങൾ നമ്മളെ ഓണം ആയതുകൊണ്ട് വന്നതാണ്. പെങ്ങളുടെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കണ്ണൂർ പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ കണ്ണൂർ ഇപ്പം ഫെയർ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഫിലിം കാണണം, അങ്ങനെ ഒരുപാട് പ്ലാനുകളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ചുരുക്കമാണ് ഇങ്ങനെ ഒരുമിച്ചുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ വന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം മക്കളെല്ലാം കൂടിയിട്ട് ഒരു 11 ആളുണ്ടായിന്. അങ്ങനെ 11 ടിക്കറ്റും എടുത്തിട്ട് നമ്മൾ ലോകം കാണാൻ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം കാണാമെന്നാണ് ഉണ്ടായിന്. പക്ഷേങ്കിൽ നമുക്ക് അതിനൊന്നും ടിക്കറ്റ് കിട്ടിയില്ല. നമ്മൾ പിന്നെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓടും കുതിര ചാടും കുതിരയാണ് കേട്ടോ കണ്ടത്. പിന്നെ നമ്മളെ കൂടെ എക്സ്ട്രാ ഉണ്ടായത് ആപ്പൻ്റെ മോളാണ്. ബാക്കിയെല്ലാം പിള്ളേഴ്സും നമ്മളെല്ലാം. പിന്നെ അങ്ങനെ പിള്ളേർക്ക് ഓരോ സംഭവങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊരു കോഫി മസ്റ്റാണ്. അങ്ങനെ ഫിലിം കണ്ടിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫിലിമെല്ലാം കണ്ടിട്ട് പിന്നെ നേരെ നമ്മൾ പിന്നെ ഫെയറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആടിയിൽ ഓരോ സംഭവങ്ങളെല്ലാം കണ്ട് നമ്മൾ പിന്നെ നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതിലിടയ്ക്ക് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിന്. പയ്യാമ്പലം ബീച്ചിൽ നല്ല വെയിലാണ്, പിന്നെ ചെറിയൊരു തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ പിള്ളേഴ്സ് കടലിലെല്ലാം ജസ്റ്റ് കാലെല്ലാം നനച്ച് ഞാൻ പിന്നെ വെറുതെയെങ്കിലും കാലിന് പൂഴിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലൊന്നും കീഞ്ഞിട്ടുണ്ടായില്ലേ. നമ്മൾ ഈ മാട്ടൂക്കാർക്ക് കടൽ എന്ന് പറയുന്നത് വലിയ ഒരു ഇതല്ല, നമ്മൾ കടൽക്കരയിൽ നിന്ന് വരുന്നവരാണല്ലോ. അതുകൊണ്ട് ഞാൻ പൊതുവേ കടലിൽ കാല് നനക്കൽ കുറവാണ്. പിന്നെ നമ്മൾ വൈകുന്നേരമായി കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് നമ്മളെപ്പോഴും കയറുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അടിപൊളിയൊരു പെരി അൽഫാം മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിനെ. ഈ ഒരു പിന്നെ ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ചിട്ട് എനിക്കിപ്പോൾ എവിടെയുള്ള മന്തിയും സെറ്റാവുന്നില്ല. ഇവിടെ വന്നിട്ട് കഴിക്കുമ്പോൾ അവർ നമുക്ക് ആസ്വദിച്ചിട്ടും ടേസ്റ്റിയോടെയും ഇഷ്ടത്തോടെയും കഴിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് 2 പെങ്ങന്മാരെയും ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇവിടെ കൂട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. മന്തി എല്ലാവരും പെരിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച്. പിന്നെ ഇത് ചതയത്തിൻ്റെ അന്ന് എടുത്തതാണ്. നമ്മൾ ചതയത്തിന് കണ്ണൂർ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് കേട്ടോ. എല്ലാ വീടുകളിലും ഇങ്ങനൊരു വിളക്ക് കത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബായ്.